ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ആയാലോ? വരും, നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവാം. എനിക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നതാണ് SM സ്ട്രീറ്റ്. ഓർമ്മ വരുന്നതല്ല, ആദ്യം പോകുന്നത് SM സ്ട്രീറ്റ് തന്നെയാണ്. കാര്യം, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കുടക്കീഴില്, നമ്മളെ മാള് പോലെ ഒരു കുടക്കീഴില് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് SM സ്ട്രീറ്റ്. SM സ്ട്രീറ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോണം. എങ്കിലേ വെയിലൊന്നും കൊള്ളാണ്ട് നമുക്ക് സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറെ നാള് കൊണ്ട് വിചാരിക്കുകയാണ് ഒരു വാച്ച് മേടിക്കണമെന്ന്. അങ്ങനെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഞാൻ ഒരു വാച്ച് മേടിച്ചു. ഈ ഷോപ്പും SM സ്ട്രീറ്റിനകത്ത് വരുന്ന ഷോപ്പ് തന്നെയാണ്. ഈ ഒരു ഷോപ്പ് ഉണ്ട് ഗൈസ്. ഈ ഒരു ഷോപ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലു മാളിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാല് ഓഫേഴ്സ് ഏതിനൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓഫറുള്ള സാധനങ്ങൾ തപ്പിപ്പിടിച്ച് നോക്കിയെടുക്കണം ഗൈസ്. എനിക്ക് മെയിൻ ആയിട്ട് ഷാമ്പൂവും കണ്ടീഷണറും മേടിക്കണമായിരുന്നു. പക്ഷെ എന്റെ ഭാഗ്യക്കേടിന് ഷാമ്പൂവും കണ്ടീഷണറൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല. ഫേസ് വാഷ് ഞാൻ കുറേ നേരം ഗൂഗിളൊക്കെ റിവ്യൂ നോക്കിയിട്ട് മേടിക്കാറുള്ളൂ. അങ്ങനെ മാമാർത്തിന്റെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ മേടിച്ചു. കൊള്ളാമെങ്കിൽ നെക്സ്റ്റ് ടൈം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ വേറെ മേടിക്കാം. ഇനി വീട്ടിലെത്തിക്ക് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാം. ബ്രിഞ്ചോളാണ് മെയിൻ ആയിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബ്രിഞ്ചോളിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. പുറത്ത് നല്ല അടിപൊളിയായിരിക്കും, പക്ഷെ അകത്ത് വൻ പുഴുവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറെ നേരം നിന്ന് ചെകഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും നല്ലത് എനിക്ക് കിട്ടിയത്. ഇനിയാണ് ബില്ലടിക്കൽ പരിപാടി. രാത്രി 10:30 ആയിട്ടും ലുലുമാളിന്റെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല. എങ്ങനെയൊക്കെയോ ക്യൂ നിന്ന് അവസാനം ബില്ലടിക്കാൻ എത്തി. അങ്ങനെ ബില്ലടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി പാർക്കിങ്ങിലേക്ക് പോട്ടെ. എന്നിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പൊ ശരി ഗൈസ്, ബൈ.